കേരളം ഇന്നൊരു ദുരന്തമുഖത്താണ് ഉള്ളത്. അക്ഷരാർത്ഥത്തിൽ മരണഭൂമിയായി മാറിയിരിക്കുകയാണ് മുണ്ടക്കൈ. രാജ്യത്തെ തന്നെ നടുക്കിയ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തിന്റെ വലിയൊരു ഭാഗം തന്നെ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ്. ആളുകൾ തിങ്ങി പാർത്തിരിക്കുന്ന ഒരു മേഖലയിൽ ഇന്ന് അവശേഷിക്കുന്നത് അങ്ങിങ്ങായി ചില വീടുകൾ മാത്രം. സംയോജിതമായ അതിസാഹസികമായ രക്ഷാപ്രവർത്തനത്തിലൂടെ നൂറുകണക്കിന് ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് ഈ ദുരന്തമുഖത്ത് നമുക്ക് ആശ്വസിക്കാനുള്ള ഏക വസ്തുത. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഇരകളായവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിനും അവർക്ക് വേണ്ട അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിനും നമ്മൾ ഓരോരുത്തരും മുൻകൈയെടുക്കണം. നിരവധി പേരുടെ ജീവനെടുത്ത വയനാട് മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ CMDRFിലേക്ക് അഥവാ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് ജനങ്ങളോട് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു. ഇതോടെ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വലിയ വ്യാജ പ്രചരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന പണം അർഹതപ്പെട്ടവർക്ക് എത്തുന്നില്ലെന്നും അധികൃതർ സ്വന്തം ആവശ്യത്തിനും ആർഭാടത്തിനുമാണ് ഈ പണം ഉപയോഗിക്കുന്നതെന്നുമുള്ള ആശങ്ക ഇതുമൂലം പൊതുസമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട്. കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ സോഷ്യൽ മീഡിയകൾ വഴി കമന്റ് ചെയ്യുന്നവരോടാണ് പറയാനുള്ളത്. ഒന്ന് ഗൂഗിൾ ചെയ്താൽ CMDRF വെബ്സൈറ്റിൽ നിന്ന് മുഴുവൻ കണക്കുകളും കിട്ടും. CMDRF മാനേജ്മെന്റ് പൂർണ്ണമായും വെബ് വഴിയാണെന്നത് മാത്രമല്ല, ഇത് വളരെ സുതാര്യവുമാണ്. ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ അന്തിമ ഗുണഭോക്താവിലേക്കുള്ള കൈമാറ്റം നടക്കുന്നു. വിവരാവകാശ നിയമം CMDRFിന് ബാധകമാണ്. മാത്രമല്ല, ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കാൻ ജനങ്ങൾക്ക് അവകാശവുമുണ്ട്. വരുന്നതും പോകുന്നതുമായ ഓരോ രൂപയ്ക്കും കണക്ക് സൂക്ഷിക്കേണ്ടതായ CMDRF കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റിന് വിധേയമാണ്. സംഭാവന നൽകുന്ന പണമെല്ലാം ബാങ്ക് ഇടപാടായാണ് നടക്കുന്നത്. ധനകാര്യ സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൗണ്ടിലാണ് പണം എത്തുന്നത്. ധനകാര്യ സെക്രട്ടറി എന്നത് വ്യക്തിയല്ല, ഒരു പോസ്റ്റാണ്. CMDRF ഫണ്ടുകളുടെ ബഡ്ജറ്റിംഗും ചെലവും സംസ്ഥാന നിയമസഭയുടെ പരിശോധനയ്ക്ക് വിധേയമാണ്. നിലവിൽ രാജേഷ് കുമാർ സിംഗിനാണ് ഇതിന്റെ ചുമതല. ധനകാര്യ സെക്രട്ടറിയാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതെങ്കിലും ഫണ്ട് നിയന്ത്രിക്കുന്നത് റവന്യൂ വകുപ്പാണ്. CMDRFിന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ ചുമതലയുള്ള ധനകാര്യ സെക്രട്ടറിക്ക് ഇഷ്ടാനുസരണം പണം പിൻവലിക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല. റവന്യൂ സെക്രട്ടറി പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവനുസരിച്ച് മാത്രമേ ഇത് സാധ്യമാകൂ. ലഭിച്ച തുക കൈകാര്യം ചെയ്ത രീതിയുമെല്ലാം സുതാര്യമാണ്. വിവരങ്ങൾ പൂർണ്ണമായും സർക്കാർ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചാലും ജനങ്ങൾക്ക് വിവരം ലഭിക്കും. ഈ ഫണ്ടുകൾ കൺട്രോളർ ആൻഡ് അക്കൗണ്ടന്റ് ജനറലിന്റെ ഓഡിറ്റിന് വിധേയമാണ്. ഇതിന്റെ ചെലവും സംസ്ഥാന നിയമസഭയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാണ്. അതുകൊണ്ട് യാതൊരു ആശങ്കയുമില്ലാതെ നമ്മുടെ വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ അകപ്പെട്ട സഹോദരങ്ങളെ സഹായിക്കാൻ ഏറ്റവും എഫക്റ്റീവും സുരക്ഷിതവും സുതാര്യവുമായ രീതിയാണ് CMDRFിലേക്ക് പണം നൽകുക എന്നത്. അതിൽ രാഷ്ട്രീയമില്ല. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്ക് ഇനിയും അളന്ന് തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ അത്ഭുതകരമായി ഈ വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട പലർക്കും വീടോ സ്ഥലമോ ഉറ്റവരോ എന്തിന് അവശ്യ വസ്തുക്കൾ പോലും അവശേഷിക്കുന്നില്ല എന്നത് മാത്രമാണ് നമുക്ക് മുമ്പിലുള്ള സത്യം. ഈ സാഹചര്യത്തിൽ പ്രളയത്തിൽ എന്ന പോലെ വയനാടിനു വേണ്ടിയും ഒറ്റ രാത്രി കൊണ്ട് നാമാവശേഷമായ മുണ്ടക്കൈ ചൂരൽമല മേഖലകൾക്ക് വേണ്ടിയും നാട് ഒത്തൊരുമിച്ച് നിൽക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ നാടിനു വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി സാധിക്കുന്നവർ ചെയ്യുക.